എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 23, 24, 25 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23-നാണ് ലോക കാലാവസ്ഥാ ദിനം. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് ഇത്തവണത്തെ കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. ഓർത്തിരിക്കുക, അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ പുരസ്കാരം ലഭിച്ച പ്രധാനമന്ത്രി. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ. ഇനി അത് ലഭിച്ച പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിക്കാണ് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുവാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. നമ്മുടെ അടുത്ത ചോദ്യം, കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രത്തിലെ സ്ഥലമായ പോയിന്റ് നോമയിൽ എത്തിയ ആദ്യ സഞ്ചാരി. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രത്തിലെ സ്ഥലമായിട്ടുള്ള പോയിന്റ് നോമയിൽ എത്തുന്ന ആദ്യത്തെ സഞ്ചാരി ആരാണ്? ക്രിസ് ബ്രൗൺ ആണ്. ആദ്യത്തെ സഞ്ചാരിയുടെ പേര് ക്രിസ് ബ്രൗൺ എന്നാണ്, ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആണ് ആര്? യെസ് ബാങ്ക്. ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണെന്നൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2020 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? 2020 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. ആരാണ്? വിരാട് കോഹ്ലി. ഓർത്തിരിക്കാം. ഈ കഴിഞ്ഞ RCB വേഴ്സസ് ചെന്നൈ മത്സരത്തിലാണ് വിരാട് കോഹ്ലി 12,000 റൺസ് പൂർത്തിയാക്കുന്നതെന്നും ഓർത്തിരിക്കാം. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ RBI റിപ്പോർട്ട് പ്രകാരം 2021-24 കാലയളവിലെ ഇന്ത്യയുടെ ശരാശരി വളർച്ചാ ശതമാനം. 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ RBI റിപ്പോർട്ട് പ്രകാരം 2021-24 കാലയളവിൽ ഇന്ത്യയുടെ ശരാശരി വളർച്ചാ ശതമാനം 8% ഓർത്തിരിക്കുക. എത്ര ശതമാനമാണ്? 8%. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, UN ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷൻ ആദ്യ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായത്. UN ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷൻ ആദ്യ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസൽസ് ആണ്. എവിടെയാണ്? ബ്രസൽസ്. ഓർത്തിരിക്കുക. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാൻ സാധിക്കുന്ന വിക്ഷേപണ വാഹനം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാൻ സാധിക്കുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? പുഷ്പക്. എന്താണ്? പുഷ്പക്. ഓർത്തിരിക്കുക. നമ്മുടെ പത്താമത്തെ ചോദ്യം, ലോകത്തെ ആദ്യത്തെ CNG ബൈക്ക് അവതരിപ്പിക്കുന്നത്. ലോകത്തെ ആദ്യത്തെ CNG ബൈക്ക് അവതരിപ്പിക്കുന്നത് ബജാജ് ആണ്. ഏത് കമ്പനിയാണ്? ബജാജ്. നമ്മുടെ 11ാമത്തെ ചോദ്യം, ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24-നാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. നമ്മുടെ 12ാമത്തെ ചോദ്യം, അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? അധികാരത്തിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ. ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. നമ്മുടെ 13ാമത്തെ ചോദ്യം, പ്രൈം വോളിബോൾ ലീഗ് 2024 ജേതാക്കൾ. പ്രൈം വോളിബോൾ ലീഗ് 2024 ജേതാക്കൾ കാലിക്കറ്റ് ഹീറോസ് ആണ്. ആരാണ്? കാലിക്കറ്റ് ഹീറോസ്. ഓർത്തിരിക്കുക. നമ്മുടെ 14ാമത്തെ ചോദ്യം, റെയിൽവേ സ്റ്റേഷനുകളിൽ അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാനായി റെയിൽവേ പോലീസിന് വേണ്ടിയിട്ടുള്ള പുതിയ ആപ്ലിക്കേഷൻ ഏതാണ്? റെയിൽ മൈത്രി. ഓർത്തിരിക്കുക. ഏതാണ്? റെയിൽ മൈത്രി. നമ്മുടെ 15ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തുറവൂരാണ്. എവിടെയാണ്? തുറവൂർ. നമ്മുടെ 16ാമത്തെ ചോദ്യം, ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്നത് ആരാണ്? ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന പുതിയ സിനിമയിൽ ഇളയരാജയുടെ വേഷം ചെയ്യുന്നത് ആരാണ്? തമിഴ് നടനായിട്ടുള്ള ധനുഷാണ്. നമ്മുടെ 17ാമത്തെ ചോദ്യം, 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. ബ്രസീൽ. നമ്മുടെ 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഇലക്ട്രിക്കൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക്.
ഇന്ത്യയിൽ ഇലക്ട്രിക്കൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോയുടെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്